ഹായ് ഫ്രണ്ട്സ്, ഇവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 1 കിലോ പോർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞളിട്ട വെള്ളത്തിലേക്ക് നമുക്ക് ഈ പോർക്കിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരം ഇവന് വെള്ളത്തിലൊന്ന് കിടക്കട്ടെ. അല്പം ഇഞ്ചി, അല്പം വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് കീറിയത്, അല്പം സവാള അരിഞ്ഞത്, ഇതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി, മീറ്റ് മസാല ചെറിയൊരു സ്പൂൺ, അല്പം കുരുമുളക് പൊടി, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. കുക്കർ നമുക്ക് അടയ്ക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലകളൊന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മീറ്റ് മസാല, 1/2 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മഞ്ഞൾ. ഇതിലേക്ക് ആവശ്യമുള്ള മറ്റു സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുതായി അരിഞ്ഞ 2 സവാള, 1 തക്കാളി, അല്പം ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, 2 കറിവേപ്പിലത്തണ്ട്, ചോപ്പ് ചെയ്ത അല്പം ഇഞ്ചി, ചെറിയ ഉള്ളി ഒരു 5 അല്ലി, 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. നമ്മുടെ കടായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്പം കടുക്, സവാള, പച്ചമുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി ചോപ്പ് ചെയ്തത്, വെളുത്തുള്ളി, കറിവേപ്പില. ഇനി നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയും എല്ലാം ഒന്ന് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മസാലകളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഗ്രേവി നന്നായി ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പോർക്കിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കും. പോർക്ക് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും ബായ്.